ഇന്നലകളുടെ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ചുള്ള അപഗ്രഥനമാണ്. ഇന്നലകളെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇന്നലെ നടന്നത് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ഭ്രാന്തൻ എന്നാണ്. അതല്ലെങ്കിൽ അൽഷിമേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള അവസ്ഥയാണ്. 1954 യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഹേഗിൽ നടന്ന സമ്മേളനം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ചരിത്ര സ്മാരകങ്ങൾ നശിപ്പിക്കരുതെന്ന് തീരുമാനമെടുത്തു. സാധാരണഗതിയിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇരുഭാഗത്തു നിന്നും മനുഷ്യരുടെ ജീവഹാനി അത് വളരെ അനിവാര്യമായൊരു കാര്യം. നിൽക്കുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്ന ആശയം വന്നപ്പോഴാണ് ഏത് വിഷയം എഴുതണം എന്നതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ ഒരു മാർഗം വന്നത്. റഹ്മത്തുൽ ആലമീനാണ് നബി എന്നുള്ള ഖുർആനിക വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. റഹ്മത്തുൽ ആലമീൻ ലോക ചരാചരങ്ങൾക്കാണത്, അല്ലാതെ ഒരു വിശ്വാസ വിഭാഗത്തിനോ അല്ലെങ്കിൽ ഒരു വിശ്വാസ വർഗത്തിനോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോ അല്ല. ലോകത്തുള്ള ചരാചരങ്ങൾക്ക് ഒന്നടങ്കമാണ് റഹ്മത്താകുന്നത്. അതെങ്ങനെ? അതിൻ്റെ പഠനമാണ് ഈ പുസ്തകത്തിലേക്കും ഈ ഗവേഷണത്തിലേക്കും എന്നെ നയിച്ചത്. നമ്മൾ പാഠപത്തിലൂടെ പഠിച്ചു വരുന്നതോ നമ്മൾ ഹദീസിലൂടെ കേൾക്കുന്നതോ അല്ലാതെ നമ്മൾ താവൈകളായി പറഞ്ഞു കേൾക്കുന്നതോ ചരിത്രമല്ല റസൂലിനെ കുറിച്ചുള്ളത്. മറിച്ച് ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ് നബി. ലോകത്തിലേക്ക് ആദ്യമായി പടക്കപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം അന്ന് മുതലേ പ്രവാചകർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനും അവർ സൃഷ്ടിച്ച നാഥൻ്റെ വിധി വിലക്കുകൾ അവരെ ഓർമ്മപ്പെടുത്തുവാനും തെറ്റായ ജീവിതം നയിക്കാതെ നന്മയുടെ പാതയിൽ മാത്രം ജീവിക്കുവാനും കൽപ്പിക്കുവാനും ഏൽപ്പിക്കപ്പെട്ടവരാ പ്രവാചകൻ ആദ്യം മനസ്സിലാക്കണം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കാലത്ത് മദ്രസയിൽ കാലത്ത് 7 മണിക്ക് പോയി 1 മണിക്കൂറോ മറ്റോ പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് ഓടി, വീട്ടിൽ നിന്ന് കഞ്ഞിയുടെ പാത്രം എടുത്ത് സ്കൂളിലേക്ക് ഓടി തിരിച്ചു വരുന്ന ഓട്ടത്തിനിടയിൽ ഒരു പക്ഷേ ഇത്ര വലിയ ചരിത്രപരമായ മനുഷ്യൻ സംസ്കരിച്ചെടുത്ത സംഭവവികാസങ്ങളെക്കുറിച്ചൊന്നും അത്ര കണ്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇന്ന് കുട്ടികൾ മാറി, പഠന ഉപകരണങ്ങളുമായ രീതികളൊക്കെ മാറി. അതുകൊണ്ട് ഏത് രൂപത്തിലും എപ്പോൾ കിട്ടിയാലും പഠിക്കുന്നതാണ് പഠനം എന്നല്ലാതെ ഒരു ബെഞ്ചിൻ്റെ അരികിൽ ഒരു ചൂരലിൻ്റെ മറവിൽ മാത്രം പഠിക്കുന്നതല്ല. അതുകൊണ്ട് ഏത് സമയത്ത് എപ്പോഴും പഠിക്കുന്ന രൂപത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സാധ്യമാകുന്ന രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അതുല്യ ജ്യോതിസ് എന്ന രൂപത്തിൽ നാമകരണം ചെയ്തുകൊണ്ട് ഈ പുസ്തകം നമുക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ പുസ്തകത്തിൽ ഉടനീളം ആദം നബി മുതൽ അന്ത്യപ്രവാചകനായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒരു ഘട്ടത്തിലെ ഓരോ കണ്ണികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ സെമിറ്റിക് മതങ്ങളെക്കുറിച്ചും ഇന്ത്യയിലേക്കുള്ള ആര്യന്മാരുടെ പ്രവാഹത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും എല്ലായിടത്തും തൊട്ട് കൊണ്ടുകൊണ്ട് ഒരു വിവാദവുമില്ലാതെ ഒരു ഇന്ത്യക്കാരനെ ഒരു പക്ഷേ സ്നേഹിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്ന് പല വരികളിലും എഴുതി വിട്ട ഈ പുസ്തകം ഒരു പക്ഷേ നബിയുടെ പേരിൽ ഈ ഇന്ത്യയുടെ സഹോദരത്തിനും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനൊക്കെ തന്നെ കാരണഭൂതമാകുന്ന രചനയിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ പൊന്നാനി എന്ന ഈ സാഹിത്യ മണ്ഡലത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഇവിടെ ഇങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുള്ള വലിയ സന്തോഷം പൊന്നാനിക്കാർക്ക് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നബി ചരിത്രം ഈ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതൊരു അക്കാഡമിക് എക്സസൈസ് അല്ല അല്ലേ ഹുസൈൻ? കേവലം ഒരു അക്കാദമിക് എക്സസൈസ് അല്ല, അതിനപ്പുറമുള്ള ഒരു എന്താ പറയുക ഒരു വിശുദ്ധ ദൗത്യം ഈ കൃത്യം നിർവഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. പണ്ഡിതന്മാർ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അത് ചെറിയ കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് എന്താണ് അത് അവരുടെ ഒരു പ്രൊഫഷൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഈ പുസ്തകം എന്തുകൊണ്ട് എഴുതിയില്ല എന്നുള്ളത് ആരോട് ചോദിക്കില്ല.
ഉനൈസിനോട് ചോദിക്കില്ല. അപ്പോൾ പരപ്രേരണ കൊണ്ടല്ല, ആന്തരികമായ ഒരു പ്രേരണ കൊണ്ടാണ് ഈ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടത്. ആ ആന്തരികമായ എന്താ പറയുക ദൗത്യബോധം പ്രവാചകൻ്റെ ഉള്ളിൽ ഉണർന്നതും ആ ആന്തരികമായ ദൗത്യബോധമാണ്, അല്ലാണ്ട് ആരെങ്കിലും നിർദ്ദേശിച്ചിട്ടില്ല. അതാണ് നമ്മൾ പറയുക എന്താ ദൈവത്തിൻ്റെ ചൈതന്യം എന്നോ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നോ ഒക്കെ പറയുന്നത് ഈ നമ്മുടെ തന്നെ ഉള്ളിൽ ഉദിക്കുന്ന എന്താണ് ഈ ആന്തരികമായ ദൗത്യബോധമാണ്. അത്തരമൊരു ദിവ്യമായ ആന്തരികമായ ദൗത്യബോധത്താൽ പ്രചോദിതനായി ഇത്തരമൊരു ഗ്രന്ഥരചനയ്ക്ക് പരപ്രേരണ കൂടാതെ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നിരുപാധി ഈ പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു അവാർഡ് കിട്ടുമെന്ന് വിശ്വസിക്കില്ല, ഒരു സ്ഥാനം കിട്ടുന്നുള്ളതില്ല, കുറേ പണം കിട്ടുന്നുള്ളതില്ല. പലപ്പോഴും നഷ്ടമായിരിക്കും ഈ പുസ്തക പ്രകാശനത്തിലൂടെ ഈ പ്രസാധകന്മാർക്ക് പലപ്പോഴും ഉണ്ടാവുക. അതാ ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഭയപ്പെടാതെ ഏറ്റെടുത്തിട്ടുള്ള ഒരു മഹാദൗത്യമാണിത് എന്ന് ഞാൻ കരുതുന്നു. ഈ രണ്ടാമത്തൊരു കാര്യമാണ്, ഞാനങ്ങനെ പ്രസംഗിച്ച് വർത്തമാനം പറഞ്ഞാൽ അധികം സമയം കളയുന്നത് എന്ന ഒരു ആളാണെന്നുള്ള ആക്ഷേപം എന്താ ശകാരം എന്നെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല, പേടിക്കണ്ട. ഈ എന്താ പറയുക മെത്തഡോളജി തന്നാൽ ഇത് അദ്ദേഹം ഈ മനുഷ്യ ചരിത്രത്തിൻ്റെ സകല വർണ്ണ സൗന്ദര്യങ്ങളെയും അതിൻ്റെ ഒരു പാരസ്പര്യത്തെ അങ്ങനെയുണ്ട്, അതിൻ്റെ ഹാർമണി, ആ ഹാർമണിയെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതുന്നത്. ഇത് തങ്ങളെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, വ്യത്യസ്ത നിറങ്ങളുള്ള മനുഷ്യ സംസ്കൃതിയുടെ എന്താണ് ഒരു പാരസ്പര്യം, ഒരു ഹാർമണി, വിവിധ സ്വരങ്ങൾ ഇണങ്ങുന്ന സമയത്താണ് മ്യൂസിക് ഉണ്ടാവുക. ഒറ്റ സ്വരമല്ല, പല സ്വരങ്ങൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, മ്യൂസിക് ഉണ്ടാവുക അല്ലേ? അതുപോലെയുള്ള ഒരു ഇതാണ് മനുഷ്യ സംസ്കൃതി. എക്സ്ക്ലൂസീവ് അല്ല. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ പഠനങ്ങളും, ചരിത്ര പഠനമായാലും സംസ്കാരത്തിൻ്റെ പഠനമായാലും ഈവൻ സാഹിത്യ പഠനം പോലും എന്താണ് അതിൻ്റെ ഒരു മുമ്പിൽ ഒരു എക്സ്ക്ലൂസീവ്, ഇത് വ്യത്യസ്തമാണ് എന്ന് പറയുകയും അതോടൊപ്പം ഇരുന്ന് വ്യത്യസ്തമായതിനോടൊക്കെ വിദ്വേഷവും വിരോധവും വളർത്തുകയും ചെയ്യുന്ന അപര വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരാശയധാരയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സമന്വയത്തിൻ്റെയും ഒരു പാരസ്പര്യത്തിൻ്റെയും ഒരു ഹാർമണിയുടെയും ഒരു ഫിലോസഫി, ഒരു മെത്തഡോളജി വെച്ചുകൊണ്ട് ഈ നബി തിരുമേനിയുടെ ചരിത്രത്തെ പുനരാഖ്യാനം ചെയ്യാൻ ഉനൈസ് ഒരുങ്ങി എന്നുള്ളത് ഈ അന്യഥാ കലുഷമായ ഈ കാലത്തിൻ്റെ അനുഗ്രഹങ്ങളായി സാഫല്യമായി ഞാൻ കാണുന്നു. ഞാൻ എല്ലാ ആശംസകളും പവൻ ഗോൾഡ് തിരൂർ. അനുഗ്രഹമായിട്ടല്ലാതെ പ്രവാചകനെ അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് മുസ്ലിം സമൂഹം പ്രവാചകന് വേണ്ടി ചെയ്തത് എന്ന് ചോദിച്ചു പോവുകയാണ്. പ്രവാചകനെ മറ്റൊരു ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനോ ആരാണ് പ്രവാചകൻ എന്ന് കാണിച്ചു കൊടുക്കാനോ ആ ഒരു ദൗത്യം സമൂഹം ഏറ്റെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നാരായണ മാഷ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ദൗത്യം അദ്ദേഹത്തിൻ്റെ ആന്തരിക ചോദന തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഫാസിസവും സാമ്രാജ്യത്വവും അതുപോലെ സയണിസവും ഒക്കെ നടമാടുന്ന ഒരു കാലത്ത് പ്രവാചകൻ ഇവിടെ അവതരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരുപാട് സ്വേച്ഛാധിപതികൾ അന്നും ഇന്നും ഉണ്ടായിട്ടുണ്ട്. ആ സ്വേച്ഛാധിപതികളെ ചെറുക്കാനാണ് പ്രവാചകന്മാർ വന്നത്. എന്തിനാണ് ചെറുക്കുന്നത്? കാരണം പാവപ്പെട്ട മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം. ഏത് പ്രവാചകൻ്റെ ദൗത്യം ഏറ്റെടുത്താലും ചരിത്രം നോക്കുമ്പോഴും അത് തന്നെയാണ്. വളരെ മുമ്പ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം, അത് നമ്രൂദിനെതിരായി, അതോടൊപ്പം മൂസാ നബി ഫറോവയ്ക്കെതിരായി, ഓരോ കാലത്തും ഇങ്ങനെയുള്ള ശത്രുവിനെതിരായി, സാമ്രാജ്യത്വ മോഹികൾക്കെതിരായിട്ടാണുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഹിറ്റ്ലർ പോയി, ഒരുപാട് സ്വേച്ഛാധിപതികൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ഫാസിസവും ഉണ്ട്, നെതന്യാഹു ഉണ്ട്, പലരുമുണ്ട്. അവരെ
ചെറുക്കണമെങ്കിൽ വിപ്ലവ ബോധമുള്ള ആരെങ്കിലും വേണം. ആ വിപ്ലവ ബോധത്തിന് എപ്പോഴും പ്രചോദനമായി ഭവിക്കുക കഴിഞ്ഞകാല വിപ്ലവങ്ങളാണ്. പ്രവാചകൻ എത്ര പെട്ടെന്നാണ് മദീനയെ മാറ്റിയത്. അവിടെ ഒരു ഭരണഘടന എല്ലാവരെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള ആന്തരികം നമ്മൾ പലപ്പോഴും പറയും. പ്രവാചകൻ്റെ ഈ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ നിരന്തരമായിട്ട് പറയുന്നത് ഇത് എൻ്റെ ഒരു ആശയമല്ല, എൻ്റെ ഒരു ഡോക്ട്രിൻ അല്ല, ഞാനുണ്ടാക്കിയതല്ല, മറിച്ച് ഇത് ആദ്യ മനുഷ്യനായ ആദമിൻ്റെയും അതുപോലെ ശേഷം വന്ന പ്രവാചകന്മാരുടെയും ഇനി ആരെങ്കിലും ലോകത്ത് അവതരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാവരുടെയും ഒക്കെ ആശയം തന്നെയാണ് ഞാനും റിപ്പീറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നു തന്നെയാണ് എന്നാണ് പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഒരു വ്യത്യാസവുമില്ല. പക്ഷെ അത് ഓരോ കാലത്ത് പുരോഹിതന്മാർ വന്ന് ഇതിനെ ചീത്തയാക്കിയപ്പോൾ വീണ്ടും വീണ്ടും ഇത് പുനരവതരിപ്പിക്കേണ്ടി വരികയാണ്. അല്ലാതെ ഒരു ദൈവം ഒരു മനുഷ്യൻ എന്ന ആ മഹാതത്വത്തിന് ഒരു വ്യതിയാനവും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും അത് തന്നെയാണ്. ദാറ്റ് ഈസ് ഓൾസോ മൈ ഡ്യൂട്ടി. അത് വീണ്ടും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എൻ്റെ ഡ്യൂട്ടി എന്ന തരത്തിലാണ് പ്രവാചകൻ തൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് പറഞ്ഞത്. ഈ ഒരു വലിയ ആശയം അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കണം. എല്ലാ മതങ്ങളും ശത്രുവാണെന്നല്ല പഠിക്കേണ്ടത്, എല്ലാ മതങ്ങളും മിത്രമാണ്. കാരണം എല്ലാ മതങ്ങളിലും പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ സൗഹൃദം. അതായത് തോറ എടുത്താലും ബൈബിൾ എടുത്താലും എല്ലാം അതിലൊക്കെ മുഹമ്മദ് നബിയെ, അതായത് പ്രവാചകനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ അടിസ്ഥാനപരമായി ഒരു ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ഭഗവത്ഗീത എടുത്താലും വേദങ്ങളെടുത്താലും അതിലൊക്കെ ഈ ഏകദൈവത്വം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു മാസ്മരികമായ ഒരു ശക്തിയാണ്. ആ ശക്തിക്ക് ചോദനയെന്നോ പ്രചോദനമെന്നോ നമുക്ക് എന്തും പറയാം. ആ ഒരു മനസ്സിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനാണ് ഹിറാ ഗുഹയിലേക്ക് പോയിരുന്നത്? നമുക്കറിയാം, ബുദ്ധൻ ബോധിവൃക്ഷ ചുവട്ടിൽ ഇരുന്നിരുന്നല്ലോ. അതുപോലെ ഓരോ പ്രവാചകന്മാരും അവരുടെ ഹൽവത്ത്, അവരുടെ ഏകാന്തത, അതിലൂടെയാണല്ലോ വലിയ മാറ്റങ്ങൾക്കുള്ള ആശയങ്ങൾ ഉണ്ടായത്. അങ്ങനെയുള്ളൊരു ആശയം പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ഉണ്ടായത് അവിടുന്ന് മക്കയുടെ അപ്പുറത്ത് വളരെ ദൂരെയുള്ള ഹിറാ മലയിലെ ആ ഗുഹയിൽ തപസ്സിരുന്നപ്പോഴാണല്ലോ, ധ്യാനം ഇരുന്നപ്പോഴാണല്ലോ ഉണ്ടായത്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ നിന്ന് ഈ ഒരു ലോകത്തെ മുഴുവനും മാറ്റിയെടുക്കാൻ സാധിച്ചല്ലോ. ഇന്നും അതുപോലെ ഇന്നലെയും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ പോയി നോക്കിയാലും അതിൻ്റെ വെളിച്ചം കാണാൻ കഴിയും. പക്ഷെ ആ വെളിച്ചം കെടുത്തിക്കളയാൻ ഇന്ന് സയനിസ്റ്റുകളും സാമ്രാജ്യത്വ മോഹികളൊക്കെ നമ്മുടെ രാജ്യത്ത് വരെ ഇന്ന് നടക്കുന്ന ഈ ഇത്തരം പ്രചാരണങ്ങളും അതോടൊപ്പം തന്നെ ശത്രുതയും അതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോവരുത്. അതിനൊക്കെയുള്ളൊരു മരുന്നാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ നമ്മൾ കുറേ അത്ഭുത ശക്തികളോ മാന്ത്രിക ശക്തികളോ ഒക്കെ എഴുതി പ്രവാചകനെ എവിടെയൊക്കെയുള്ള ആകാശത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി നമ്മളിൽ നിന്ന് വേറെ ആക്കിയിട്ട് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. മറിച്ച് ഒരു പ്രാഗ്മാറ്റിക് ആയിരുന്നു, പ്രായോഗികവാദിയായിരുന്നു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതെങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തെ ഇംപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്തത് എന്നതിലേക്കുള്ള ചൂണ്ടുപലകയാകും തീർച്ചയായിട്ടും സയ്യിദ് ഉനൈസിൻ്റെ ഈ പുസ്തകം. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കുറേ ഞാൻ വായിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഒരു ഡോക്ടറിനേറ്റ് അല്ലെങ്കിൽ ഒരു ഡോഗ്മാറ്റിക് അല്ല, എന്ന് പറഞ്ഞാൽ കുറേ ആശയങ്ങളിൽ ജീവിക്കുന്ന ആളല്ല, മറിച്ച് പ്രായോഗികമായിട്ട് എങ്ങനെ ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അത് വെച്ചിട്ടായിരിക്കും ഈ പുസ്തകം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും വിയോജിപ്പുകളുണ്ടാകും. അത് തീർച്ചയാണ്, വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ വിവരം കൂടുകയുള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ വിവരം കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിയോജിപ്പുകൾ ഉണ്ടാകും. ആ വിയോജിപ്പുകളെ സമചിത്തതയോടെ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് നമ്മളോട് പരസ്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു. കാരണം ഇതിൽ ആരോടും ഒരു വിമർശനത്തിൻ്റെ ഇഷ്യൂ ഇല്ല, മറിച്ച് എല്ലാവർക്കും പറയാം, ചെയ്യാം. കാരണം ഇതിലുള്ള വാക്കുകൾ തന്നെ അങ്ങനെയാണ്, വിമർശിക്കാനല്ല എഴുതിയിട്ടുള്ളത്, മറിച്ച് തനിക്ക് ബോധ്യപ്പെട്ട വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ നല്ല ഭാഷയിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും സ്വീകരിക്കാം. ഒരു പുതിയ പ്രവാചകൻ്റെ അറിയപ്പെടാത്ത മുഖങ്ങളെ അനാവരണം ചെയ്യുന്നതിനുള്ള വലിയ ശ്രമമായി ഇത് മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുകയാണ്. എൻ്റെ നാട്ടിൽ എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് ഇവിടെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹം ജീവിച്ച സമൂഹത്തെക്കുറിച്ച് അറിയുക എന്ന
ജീവിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള സയ്യിദ് ഉനൈസ് മേൽമുറി ഇത്തരത്തിലുള്ള ഒരു രചനയ്ക്ക് സന്നദ്ധമായതെന്നാണ് നാം തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ അന്ധവിശ്വാസവും അനാചാരവും എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങളും അക്രമവും അനീതിയും സമൂഹത്തെ ഗ്രഹിച്ചിരുന്ന ഒരു കാലത്താണ് മുഹമ്മദ് നബി വിശ്വമാനവികതയെ ആകെ, ലോകത്തെ മാനവരാശിയെ ആകെ ഏകാത്മകമായ ചിന്തയിലേക്ക് എല്ലാവരെയും കോർത്തിണക്കുന്നതിനുള്ള പ്രബോധനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പകൽ സമയത്ത് നമുക്കെല്ലാം പ്രകാശമായി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ എങ്ങനെയാണോ ലോകത്താകെ പ്രകാശം വിതറുന്നത്, ആ സൂര്യനെ എങ്ങനെയാണ് നാം മനസ്സിൽ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നീലാകാശത്ത് തെളിഞ്ഞു വരുന്ന, ഉദിച്ചു വരുന്ന അനേകായിരം നക്ഷത്രങ്ങളെ കൂടി കാണുന്നതിനുള്ള ഒരു മനസ്സുകൂടി നമുക്കുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ദിവ്യജ്യോതിസ്സുകൾ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുമുണ്ട്, അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് അല്ലേ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഏക ദൈവമാണെന്നും ഏകാത്മകമായ മനുഷ്യരെ ഒരു ബോധ്യത്തിലേക്ക് അഥവാ ഏകാത്മകമായ ചിന്തയിലേക്ക് എല്ലാവരെയും കോർത്തിണക്കുമ്പോൾ പരസ്പരമുള്ള കലഹവും നീതിക്ക് വേണ്ടിയുള്ള അനീതിക്കെതിരെയുള്ള സന്മാർഗത്തിലേക്കുള്ള മാർഗദീപമായിട്ട് ഖുർആൻ മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂര്യനെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ നമ്മുടെ ഈ വിഹായസിലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അന്ന് ശ്രീനാരായണ ഗുരു ഒരു മതം, ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന്, ഇത് തന്നെയാണ് മഹാനായ തിരുനബിയും പറഞ്ഞിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ലോകത്തെ മുഴുവൻ ചരാചരങ്ങളെയും ഒന്നായി കാണാനും നിങ്ങളെല്ലാവരും ഏകാത്മകമായി ചിന്തിക്കണമെന്നും ഏകകേന്ദ്രീകൃതമായ ജീവിതമാണ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതെന്ന വിശാലമായ കാഴ്ചപ്പാട്. അവിടെ ഇപ്പോൾ പുതിയ കാലത്ത് സമകാലികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പലതിൻ്റെ പേരിൽ പല തട്ടുകളായി അവൻ എൻ്റെ കൂട്ടത്തിലുള്ളതല്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്താണ് ഇതുപോലുള്ളൊരു ഗ്രന്ഥം സയ്യിദ് ഉനൈസ് തങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ആഴ്ന്നിറങ്ങാൻ നമുക്കെല്ലാവർക്കും ആവട്ടെ, വിശ്വമാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാവട്ടെ, എല്ലാ മനുഷ്യരും ഒരമ്മ പെറ്റ മക്കളാണെന്ന ബോധ്യത്തിലേക്ക് പരസ്പര സ്നേഹത്തോടുകൂടി വിശ്വമാനവികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന തരത്തിൽ ബോധമണ്ഡലത്തിലേക്ക്, ശരിയായ ചിന്തയിലേക്ക്, ദിശാബോധമുള്ളവരായി നാമൊക്കെ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താഴ്ത്ത അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു, സാറില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ഇതെന്ന് തന്നിരിക്കുന്നു, അധികം പറയരുത്, മാഷി ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ വല്ലാതെ പറയണമെന്നാണ് പറയണത്. മക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് ഖുർആൻ കാണാപ്പാഠം പഠിച്ച 21 ഭാഷകളിൽ തർജ്ജമ ചെയ്ത മഹാത്മാഗാന്ധിയുടെ എല്ലാമായിരുന്ന ഒരു ശിഷ്യനുണ്ട്, മരിച്ചുപോയി അദ്ദേഹം. ആരാന്നറിയോ? അദ്ദേഹമാണ് ഇന്ത്യയിലെ ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ തുടങ്ങിയത്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇത് കാണാപ്പാഠമാണ് അദ്ദേഹത്തിന്. ഈ പുസ്തകം എൻ്റെ അടുത്തുണ്ട്. എല്ലാ മതങ്ങളും പറയുന്നത് നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നാണ്. ഇവിടെ ചെയർമാൻ അവസാനം പറഞ്ഞ പോലെ ഇന്ന് ഓരോരുത്തരും തൻ്റെ മതമാണ് ഏറ്റവും വലുത് എന്ന തോതിലാണ് സംസാരം നടക്കുക.
ഇത് നമുക്ക് മറ്റൊരു രൂപയിൽ ഒരു നല്ല ചർച്ചയും ഇതൊക്കെ നടക്കണം ഇവിടെ, പ്രത്യേകിച്ച് പൊന്നാനിയിൽ. ഈ വേദി നല്ല വേദിയാണ്, നല്ല വേദി. മാഷൊക്കെ വിവേകാനന്ദൻ, കാരണം വിവേകാനന്ദൻ പറഞ്ഞു, എൻ്റെ മതം മറ്റു മതങ്ങളുടെ അമ്മയാണ്, ലോകത്തിൻ്റെ അമ്മയാണ്. എൻ്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു, നമ്മളെല്ലാവരും സുഖത്തോടും സമൃദ്ധിയോടും ജീവിക്കണം. അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ, ഇവിടെയല്ല പ്രസംഗിച്ചത്, 32-ാമത്തെ വയസ്സിൽ ചിക്കാഗോയിൽ ആദ്യം ആയിരക്കണക്കായ ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ അറിവുള്ളവൻ അറിവില്ലാത്തവനെ പഠിപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ രാജ്യദ്രോഹി എന്ന് വിളിക്കും. അത് തന്നെയാണ് ഈ പുസ്തകത്തിലും. പഠിക്കണം, അറിവ് നേടണം, എന്നാൽ മാത്രമേ മനുഷ്യനായി കാണാൻ കഴിയൂ. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കണം. പ്രസംഗം ചുരുക്കാൻ പോവാൻ ഞാൻ, ഒന്നിച്ച് നിൽക്കണം. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നലെ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിരുന്നു. ആ ക്വിറ്റ് ഇന്ത്യ ഡേയുടെ ഞങ്ങളുടെ രാവിലെ പാർട്ടിയുടെ 9 മണിക്കാണ് യോഗം വെച്ചത്. അപ്പോൾ എൻ്റെ ജമാല് ഇതിൽ അവസാനം വരെ ഒരു തവണ വായിച്ചാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഏകദേശം ഒരു രൂപം നമുക്ക് ലഭിക്കും. ആരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൻ്റെ നന്മക്കായിട്ടുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ വളരെ വ്യാപകമായ വ്യക്തമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും പറയാനുണ്ട്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉനൈസ് തങ്ങളുടെ തിയറിയും. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഒരുപാട് കാലമായിട്ട് സാദാത്തുകളുടെ ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കുകയും അത് ക്രോഡീകരിക്കുകയും അത് സംബന്ധിച്ച് പുസ്തകം എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ മതേതര മൂല്യങ്ങൾക്ക് മങ്ങലേൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ഇതിനേക്കാളും കുറ്റമറ്റ രൂപത്തിൽ സെയ്ദ് ഉനൈസ് മേൽമുറി തങ്ങൾക്ക് വീണ്ടും ഇതിലും നല്ല രൂപത്തിലുള്ള ഗ്രന്ഥം രചിക്കാൻ സർവശക്തനായ അള്ളാഹു തൗഫീക്ക് ചെയ്തു തരട്ടെ. ആമീൻ. ഇതിന് പ്രയത്നിച്ച ഖാസിംകോയ ഉസ്താദിനും ഇവിടെ ഉള്ള XMP ഹരിദാസേട്ടൻ, സീദിക്കോയ തങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ, എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.